നമസ്കാരം സുഹൃത്തുക്കളെ, ടിപ്സ് ആൻഡ് ട്രിക്സിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കുറച്ച് തസ്തികകളുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കാതെ പോകുന്ന കുറച്ച് തസ്തികകൾ. അതായത് നമുക്ക് ക്വാളിഫിക്കേഷൻ ഉണ്ടായിട്ടും പ്രോപ്പറായിട്ട് നമുക്ക് ഗൈഡൻസ് കിട്ടാത്തത് കൊണ്ട് പലരും അപ്ലൈ ചെയ്യാൻ വിട്ടുപോകുന്ന തസ്തികകളുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ അറിയാതിരിക്കുന്ന കുറച്ച് തസ്തികകളുണ്ട്. അപ്പോൾ അതിനെപ്പറ്റിയാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇനി വരാനിരിക്കുന്ന നവംബർ മാസത്തിൽ ഒരുപാട് പരീക്ഷ വരുന്നുണ്ട്. ഞാൻ ഈ ബോർഡിൽ എഴുതിയിട്ടിരിക്കുന്നത് ആ പരീക്ഷകളുടെ പേരാണ്. അതായത് നവംബർ മാസം 6-ാം തീയതി ഒരു 6 പരീക്ഷ വരുന്നുണ്ട്. അതായത് അക്കൗണ്ടന്റ് കാഷ്യർ, അക്കൗണ്ടന്റ്, ജൂനിയർ ഓഡിറ്റ് അസിസ്റ്റന്റ്, അക്കൗണ്ടന്റ്, 2 അക്കൗണ്ടന്റ് ഉണ്ട്, ഒന്നേ ഞാൻ എഴുതിയിട്ടുള്ളൂ, ജൂനിയർ അക്കൗണ്ടന്റ് ഗ്രേഡ് 2. അതുപോലെ നവംബർ മാസം 13-ാം തീയതി ഒരുപാട് പോസ്റ്റിലേക്ക് എക്സാം വരുന്നുണ്ട്. അത് ഏതൊക്കെയാണ്? അസിസ്റ്റന്റ് KSCARD B, കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് വേണ്ടിയിട്ട് അസിസ്റ്റന്റ്, ജൂനിയർ ക്ലർക്ക്, അസിസ്റ്റന്റ് ഗ്രേഡ് 2, LD ക്ലർക്ക് അപെക്സ് സൊസൈറ്റി, ഗോഡൌൺ മാനേജർ, ജൂനിയർ ക്ലർക്ക്. അപ്പോൾ ഈ വരുന്ന പരീക്ഷകൾ, ഈ പറഞ്ഞ പരീക്ഷകളുടെ എല്ലാം സിലബസ് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, അതായത് ഒരു ജനറൽ PSC ക്രാക്ക് ചെയ്യുന്നേക്കാളും എളുപ്പത്തിൽ ക്രാക്ക് ചെയ്യാൻ പറ്റുന്ന, കോമ്പറ്റീഷൻ കുറവായിട്ടുള്ള മേഖലകളാണ് ഇതൊക്കെ. ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ, അതായത് ഞാൻ പറഞ്ഞ ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ ഈ പരീക്ഷകളിൽ നിങ്ങൾ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതാണ്. ഇത്രയും നിങ്ങളൊരു ജനറൽ PSCക്ക് വേണ്ടി കഷ്ടപ്പെടുന്നതിൻ്റെ അത്രയും പോലും കഷ്ടപ്പെടേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ എന്തായാലും ഈ എക്സാംസിന് അപ്ലൈ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് മെൻറ്റർഷിപ്പോട് കൂടി, പേഴ്സണൽ മെൻറ്റർഷിപ്പോട് കൂടി ഈ എക്സാമിനൊക്കെ തയ്യാറെടുക്കാൻ വേണ്ടി ഞാനൊരു സ്ഥാപനം സജസ്റ്റ് ചെയ്യുകയാണ്. അവർ പ്രൊവൈഡ് ചെയ്യുന്ന കോഴ്സുകൾ സജസ്റ്റ് ചെയ്യുകയാണ്. അതായത് സഹകാരി റേസ് പ്ലസ്. അപ്പോൾ ഇവർ ഇനി വരാനിരിക്കുന്ന എല്ലാ കോഓപ്പറേറ്റീവ് എക്സാംസിന് വേണ്ടിയിട്ട് കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് കോഓപ്പറേറ്റീവ് സെക്ടേഴ്സിൽ തന്നെ ജോലി ചെയ്യുന്ന, അല്ലെങ്കിൽ ജോലി ചെയ്തിരുന്ന പ്രഗത്ഭരായ വ്യക്തികളാണ് ഇവരുടെ ക്ലാസ്സുകൾ നയിക്കുന്നത്. അപ്പോൾ ഇങ്ങനത്തെ ടോപ്പിക്കുകളെല്ലാം ഈ പറഞ്ഞ കോർപ്പറേഷൻ, ഫിനാൻസ്, IT ആൻഡ് സൈബർ ലോ നമുക്ക് മനസ്സിലാകുന്ന രീതിയിൽ, അതായത് മനസ്സിൽ പതിയുന്ന രീതിയിൽ, ഒരിക്കലും മറന്നു പോകാത്ത രീതിയിൽ വീഡിയോ ക്ലാസ്സസ് ആയിട്ട് വിഷ്വലൈസ് ചെയ്താണ് അവർ പഠിപ്പിക്കുന്നത്. പിന്നെ ഏറ്റവും വലിയ പ്രത്യേകത ഞാൻ ആദ്യം പറഞ്ഞ ഈ ഒരു പേഴ്സണൽ മെൻറ്റർഷിപ്പ് തന്നെയാണ്. അതായത് നമ്മളെപ്പോഴും പ്രതിസന്ധികളിൽ തളർന്നു പോകുമ്പോൾ നമ്മളൊന്ന് കൈപിടിച്ചുയർത്താൻ ആരെങ്കിലും വേണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് എല്ലാവരും. അങ്ങനെ നിങ്ങളുടെ എക്സാമിലുടനീളം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ജോലി കിട്ടുന്നത് വരെ നിങ്ങളുടെ കൂടെ തന്നെ ഈ സഹകാരി റേസ് പ്ലസ് എന്തായാലും ഉണ്ടാവുന്നതാണ്. മറ്റൊരു സാധ്യത എന്ന് പറയുന്നത് സർവീസ് സഹകരണ എക്സാമിനേഷൻ ബോർഡ് 3 മാസം കൂടുമ്പോൾ എക്സാമിനേഷൻ നടത്തുന്നു എന്ന് ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വർഷത്തിൽ നിങ്ങൾക്ക് 4 എക്സാം അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് നിങ്ങളിപ്പോൾ കുറച്ച് ബാങ്കിലേക്കായിരിക്കും അപ്ലൈ ചെയ്യുന്നത്. ആ ബാങ്കിലേക്കുള്ള ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെ കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾ ആ ബാങ്കിലേക്ക് വേണ്ടി മാത്രം മത്സരിച്ചാൽ മതി. നിങ്ങളിപ്പോൾ അപ്ലൈ ചെയ്യുന്ന 3-4 ബാങ്കിലേക്കാണെങ്കിൽ നിങ്ങളുടെ മാർക്ക് അനുസരിച്ച് എന്തായാലും ഒരു ബാങ്കിൽ നിങ്ങൾക്ക് നിയമനം ഉറപ്പിക്കാൻ പറ്റും. ഒരുപാട് പേര് അപ്ലൈ ചെയ്തെങ്കിലും ഒരുപാട് പേരും സെയിം ബാങ്കിലേക്ക് ആയിരിക്കത്തില്ലല്ലോ അപ്ലൈ ചെയ്യുന്നത്. ഇങ്ങനെ സ്പ്ലിറ്റ് ചെയ്തായിരിക്കുമല്ലോ. അപ്പോൾ ഒരു ബാങ്കിൽ നിങ്ങൾക്ക് റിയൽ കോമ്പറ്റീഷൻ വരുന്നത് ഒരു 300-400 അല്ലെങ്കിൽ 200-300 പേരുമായിട്ടായിരിക്കും നിങ്ങൾക്ക് റിയൽ കോമ്പറ്റീഷൻ വരുന്നത്. അപ്പോൾ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ബാങ്കിൽ ജോലി ലഭിക്കുന്നതാണ്. അപ്പോൾ ഈ ഒരു സാധ്യത പലർക്കും അറിയാതെ പോകുന്നൊരു സാധ്യതയാണ്. അതൊന്ന് മനസ്സിൽ വെക്കുക. ഇപ്പോഴും പലരുടെ ധാരണ സഹകരണ മേഖലയിലൊക്കെ പഠിച്ചു കഴിഞ്ഞാലും ജോലി കിട്ടുമോ, റിക്രൂട്ട്മെൻ്റ് ഒക്കെ കറക്റ്റായിട്ടാണോ നടക്കുന്നത് എന്നൊക്കെ ഒരു ധാരണയുണ്ട്. ഇപ്പോൾ റിക്രൂട്ട്മെന്റ് എല്ലാം കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ തന്നെയാണ് നടക്കുന്നത്. ഉറപ്പായിട്ടും നിങ്ങൾക്ക് പഠിച്ചു കഴിഞ്ഞാൽ ജോലി ലഭിക്കുന്നതാണ്. ഈ ക്വാളിഫിക്കേഷനുള്ള ആൾക്കാർ നിങ്ങളുടെ അവസരങ്ങൾ മനസ്സിലാക്കാതെ ഇപ്പോഴും ജനറൽ PSC പരീക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ പരീക്ഷകൾക്ക് നിങ്ങൾ കുറച്ചൊന്ന് കഷ്ടപ്പെടാൻ റെഡി ആണെങ്കിൽ ജോലി നിങ്ങളുടെ കയ്യിലിരിക്കും. ജനറൽ PSC എഴുതുന്ന എല്ലാവരും ഇതിലേക്ക് വരുന്നില്ലല്ലോ. അപ്പോൾ അതുപോലെ തന്നെ നിങ്ങളുടെ അവസരവും വളരെ കൂടുതലാണ്. അപ്പോൾ ഇങ്ങനത്തെ പരീക്ഷകൾക്കൊക്കെ നിങ്ങൾ കൂടുതലൊന്ന് ഫോക്കസ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം. ഇതിനെല്ലാത്തിനും നിങ്ങൾക്ക് മെൻറ്റർഷിപ്പ് നൽകി സഹകാരി റേസ് പ്ലസ് നിങ്ങളുടെ ഒപ്പം ഉണ്ടാവുന്നതാണ്. അപ്പോൾ ഇവരുടെ കോഴ്സിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 മാസം കൂടുമ്പോൾ വരുന്ന എക്സാംസിനൊക്കെ വളരെ ഭീമമായിട്ടുള്ള ഫീസൊക്കെ കൊടുത്തായിരിക്കും നിങ്ങൾ പലയിടത്തും പഠിക്കുന്നത്. അതൊന്നും ഇല്ലാതെ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഫീസിൽ ഇവർ കോഴ്സുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇവർ ഓഫർ ചെയ്യുന്ന വേറൊരു കാര്യം എന്ന് പറയുന്നത് ഈ KSCARD എക്സാമിന് വേണ്ടിയിട്ട് കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് അഗ്രികൾച്ചർ ആൻഡ് റൂറൽ ഡെവലപ്മെന്റ് ബാങ്കിലേക്ക് വേണ്ടിയിട്ടുള്ള എക്സാമിന് വേണ്ടിയിട്ട് ഇവർ ഫ്രീ ആയിട്ട് കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ള എല്ലാവരും അവരെ കോൺടാക്ട് ചെയ്യുക. അപ്പം ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കോഓപ്പറേറ്റീവ് എക്സാംസിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവർക്കും നിങ്ങൾ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക, ഉപകാരപ്പെടട്ടെ. കേരള ബാങ്ക് ആദ്യമായിട്ട്
വിജ്ഞാപനം പുറപ്പെടുവിക്കാൻ പോവുകയാണ്. ഏകദേശം 1500-ൽ പരം വേക്കൻസീസ് ഉറപ്പായിട്ടും ഉണ്ടാവും. അപ്പോൾ ഈ അവസരങ്ങളൊന്നും നിങ്ങൾ നഷ്ടപ്പെടുത്തി കളയരുത്. അതായത് നിങ്ങളൊരു 6 മാസം നല്ല രീതിയിൽ പരിശ്രമിക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും ഈ സെക്ടേഴ്സിലെ പരീക്ഷകൾ നിങ്ങൾക്ക് ക്രാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നതാണ്. പ്രോപ്പർ ഗൈഡൻസ് തന്ന് നിങ്ങളൊരു ജോലിയിലേക്ക് എത്തിക്കുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി നല്ല അധ്യാപകർ നടത്തുന്ന ക്ലാസ്സുകളാണ് പ്രയോജനപ്പെടുത്തുക. ഇവരുടെ ക്ലാസ്സസിൻ്റെ ആ ഒരു ക്വാളിറ്റി മനസ്സിലാക്കാൻ വേണ്ടി ഇവിടെ യൂട്യൂബ് ചാനൽ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. അപ്പോൾ ആ ക്ലാസ് നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ഡിഫറൻസ്, അതായത് എത്രത്തോളം നമുക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്ന് ആ ക്ലാസ്സസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നതാണ്. അതും കൂടെ ഒന്ന് പോയി ചെക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. നിങ്ങളുടെ കൂട്ടുകാരിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. വീണ്ടും കാണാം. താങ്ക്